അവന് അവര് പ്രൊട്ടക്ഷൻ ചെയ്യണമെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം ഈ ലോകത്ത് ഇപ്പൊ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. കാരണം 8 ദിവസത്തിനുള്ളിൽ ഒരു കുട്ടിന്റെ കൈ ഇൻഫെക്ഷൻ വന്ന് കൈ മുറിച്ച് മാറ്റിയാ പറഞ്ഞ അതൊരു വലിയൊരു ഇതല്ലേ. റിപ്പോർട്ടിൽ പറയുന്നത് അവർ ചികിത്സ നൽകിയിട്ടുണ്ടായിരുന്നു. ചികിത്സ നൽകിയത് നേരെ നൽകിയില്ല, അത്രേന്നെ പറയുള്ളൂ. ചികിത്സ നൽകുന്നത് നല്ല രീതിയിൽ നൽകിയില്ല. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കോണ്ടാക്ട് ചെയ്ത് അവര് അവിടേക്ക് രണ്ടുപേരിനെ അയച്ചു വിട്ടിട്ടുണ്ടെന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? പിന്നെ ഇതെന്തൊക്കെയാ സംഭവിച്ച് അതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ കാലതാമസം ഉണ്ടായ സമയത്ത് കൃത്യമായിട്ട് ആശുപത്രി നിങ്ങൾ സമീപിച്ചില്ല എന്നുള്ളത് കൂടി പറയുന്നുണ്ട്. അല്ല ഞങ്ങൾ പോയി. ഞങ്ങൾ അന്ന് എത്ര മണിക്ക് 6:05 ആകുമ്പോഴേ സംഭവം. 2 പിഞ്ച് കുട്ടികളുടെ എന്റെ വീട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ട് ഞങ്ങൾ ഈ കുട്ടീനെയും കൊണ്ട് പോയത്. 6 മണിയാകുമ്പോഴേക്കും 6:30 ആകുമ്പോഴേക്കും നമ്മൾ ചിറ്റൂരെത്തി. ചിറ്റൂർ അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാതെ കൊണ്ട് പാലക്കാട്ടേക്കായി സാറ് എഴുതി തന്നിട്ടുണ്ട്. വേഗം എന്താണ് പറഞ്ഞ ബ്ലഡ് അത് ഇതൊക്കെ നോക്കുമായിരുന്നു. പക്ഷെ ഇവരങ്ങനെയൊന്നും നോക്കിയില്ല. എക്സ്റേ എടുക്കാൻ പറഞ്ഞു. എക്സ്റേ എടുത്ത് കൊടുത്തപ്പോ 2 പൊട്ടലുണ്ട് പറഞ്ഞപ്പോ പിന്നെ ഞങ്ങൾ പറഞ്ഞു മുറിയിൽ കൂടി ചൊകരയും വരുന്നുണ്ടായിരുന്നു. അത് ചിറ്റൂരിനെ നമുക്ക് മരുന്ന് വെച്ച് തന്നിട്ടുണ്ട്. പിന്നെ അവർ ആ മരുന്നെടുത്തിട്ട് പിന്നെ പാലക്കാട്ടുകാരും എടുത്തിട്ട് പിന്നെ അത് അങ്ങനെ തന്നെ വെച്ചു. വേദനയായിരുന്നു, നല്ല വേദനയുണ്ടായിരുന്നു. ഇവിടുന്ന് പോകുമ്പോ കൈ എന്താണ് പറഞ്ഞാ വളഞ്ഞ് എല്ല് വളഞ്ഞ് ഈ നമ്മുടെ ഈ എല്ല് വളഞ്ഞ് ഒന്ന് ഇങ്ങോട്ടും ചേർന്നു ഒന്ന് അങ്ങോട്ടും ചേർന്ന് നിൽക്കുകയായിരുന്നു. ഇപ്പൊ എന്താണ് ആരോഗ്യാവസ്ഥ പറഞ്ഞ കുറച്ച് ഇത്തിരി ക്രിട്ടിക്കൽ പറഞ്ഞ ഇൻഫെക്ഷൻ കേറിയിട്ടുണ്ട് കുറച്ചായിട്ട് കയ്യില്. അപ്പൊ ഇനി ചൊവ്വാഴ്ച തിയേറ്ററിൽ കയറ്റും. ഏത് തരത്തിലും എന്ത് വന്നാലും നിയമ നടപടിയുമായിട്ട് ഏതറ്റം വരെയും പോകാൻ തന്നെയാണോ തീരുമാനം? എന്താണ് പറഞ്ഞ എന്റെ മോൾക്ക് കൈയില്ല. ഇനി അവള് ജീവിക്കണ്ടേ? ഈ ചെറുപ്രായത്തിൽ നിന്ന് ഇനി എത്ര അവൾക്ക് ജീവിക്കാനുണ്ട്? ജീവിച്ച് തുടങ്ങിയിട്ടില്ല. അല്ല 4ാം ക്ലാസ് അല്ലേ എത്തിയിട്ടുള്ളൂ. ഈ ജീവിക്കണ്ടേ? ജീവിച്ച് എങ്ങനെ ഇനി ആവുന്നു അറിയില്ല.